ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ വായന സുഹൃത്ത്, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നവംബർ 11, ഒന്നാമത്തെ വായനാ ഭാഗം എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം. ഈ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പാഴ്സി രാജാവായ അർത്തശഷ്ടാവിൻ്റെ കാലത്ത് എസ്ര ബാബേലിൽ നിന്ന് വന്നു. എസ്ര മാത്രമല്ല, എസ്രയുടെ കൂടെ നല്ലൊരു സംഘം ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ എസ്ര എന്ന് പറയുന്നത് എസ്ര ശാസ്ത്രി എന്നാണ് അറിയപ്പെടുന്നത്. ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രി. ഇംഗ്ലീഷിലത് വായിക്കുന്നത് റെഡി സ്ക്രൈബ് എന്നാണ്. അപ്പം അത്ര വിദഗ്ധനായ ശാസ്ത്രി. അപ്പം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രി. അപ്പോൾ ഈ ശാസ്ത്രി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അറിവുള്ളവനും അത് ഉപദേശിക്കാൻ സമർത്ഥനുമായ ഒരാളിനെയാണ്. ഏത് ഭാഗത്തും ചോദിച്ചാലും കൃത്യമായ മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ്, ഉപദേശിക്കാൻ കഴിവുള്ള ആളാണ് ഈ ശാസ്ത്രി എന്ന് പറയുന്ന ആ ഒരു ഉദ്യോഗം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം എന്നുള്ളത്. ഈ എസ്ര ആരെന്ന് പറയുന്നുണ്ട്. എസ്ര എന്ന് പറയുന്നത് അഹരോന്റെ മകനായ എലിയാസറിന്റെ മകനായ പീനഹാസിന്റെ മകനായ അബീഷുവയുടെ മകനായ, ഇങ്ങനെ ആ വംശാവലി ഇങ്ങനെ താഴോട്ട് വന്ന് അത് അവസാനം സെരായാവിൻ്റെ പേര് പറഞ്ഞിട്ട് സെരായാവിൻ്റെ മകനാണ് എസ്ര. അപ്പം ശാസ്ത്രി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പുരോഹിതനുമാണ്. അഹരോന്റെ പൗരോഹിത്യത്തിൽ അല്ലെ അഹരോന്റെ വംശാവലിയിൽ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എസ്ര പുരോഹിതനും ആണ്. ഇവിടെ ഈ കാലം നമ്മൾ പറയുന്നുണ്ട്, എന്നാണ് ഇതുവരെ വരുന്നതെന്നുള്ളത്. അപ്പോൾ അവനോട് കൂടെ ഇസ്രായേൽ മക്കളിലും പുരോഹിതന്മാരിലും ലേവ്യരിലും സംഗീതക്കാരിലും വാതിൽ കാവൽക്കാരിലും ദൈവാലയ ദാസന്മാർ ചിലർ അർത്തശഷ്ടാവിൻ്റെ 7-ാം ആണ്ടിൽ യെരൂശലേമിൽ നിന്ന് വന്നു. അർത്തശഷ്ടാവിൻ്റെ 7-ാം ആണ്ട് എന്ന് പറയുമ്പം 7-ാം ആണ്ടിലാണ് യെരൂശലേമിൽ എത്തുന്നത്. അത് ഇസ്രായേൽ കലണ്ടറിൽ 5-ാം മാസമാണ്. 5-ാം മാസമാണ് അവർ വന്നത്. എൻ്റെ ഒരു കാലം പറയുന്നുണ്ട്, 1-ാം മാസം 1-ാം തീയതി അവർ പുറപ്പെട്ടു. ഇസ്രായേൽ കലണ്ടറിൽ 1-ാം മാസം 1-ാം തീയതി പുറപ്പെട്ടു. എന്നിട്ട് 5-ാം മാസം 1-ാം തീയതി അവർ യെരൂശലേമിലെത്തി. അപ്പം കൃത്യമായ 4 മാസങ്ങൾ അവർ എടുത്തിരിക്കുന്നു ആ യാത്രയ്ക്ക്. നടന്നും ഒക്കെയാണല്ലോ യാത്ര ചെയ്യുന്നത്, അല്ല വാഹനങ്ങളെല്ലാം നടന്നു യാത്ര ചെയ്യുന്നവരാണ്. 4 മാസം അത്രയും ദൂരം മുഴുവൻ സമയം നടക്കുകയല്ല, പകൽക്കാലം നടക്കുന്നുണ്ടാവും, രാത്രി അവർ പാളയമടിക്കുന്നുണ്ടാവും, സ്റ്റേ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഈ കാലാവസ്ഥ ഒക്കെ ആകും. അനുകൂലമാകുന്ന കാലാവസ്ഥ സമയങ്ങളുണ്ട്, പ്രതികൂലമാകുന്ന കാലാസമയത്ത് മഴ കാണും, മഞ്ഞ് കാണും, ഒക്കെ ഉള്ള വ്യത്യസ്തമായ കാലം. അപ്പോൾ ഈ ഏകദേശം ഒരു 4000 കിലോമീറ്ററുള്ള യാത്രയുണ്ട്. അപ്പം അതിനാണ് ഈ 4 മാസം, പൂർണ്ണമായി 4 മാസം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ യാത്രകളിലെല്ലാം ഇതുണ്ട്. ഇവർ പ്രവാസത്തിലേക്ക് പോകുമ്പോഴും ഇതുണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടാണ് ഒരു പ്രവാസത്തിലേക്ക് പോകുന്നത്. ഇത്രയും ദൂരം വന്ന് ഇവിടെ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ഇവരെ നിരോധിച്ച് ഇതൊക്കെ കൊണ്ടുപോകാൻ തക്കവണ്ണം അവരും അവരുടെ സാമ്രാജ്യം വലുതാക്കി പോകുന്നതിൻ്റെ ഭാഗമാണ്. അപ്പം കൽദയ രാജാവാണ് അല്ലെങ്കിൽ നെബൂഖദ്നേസറാണ് ആദ്യമായിട്ട് ഇവരെ കൊണ്ടുപോയതെങ്കിലും അവിടുന്ന് ആ കുലങ്ങൾ അല്ലെങ്കിൽ ആ അധികാര സ്ഥാനങ്ങളൊക്കെ മാറിയിട്ട് ഇന്ന് പേർഷ്യൻസാണ് ഭരിക്കുന്നത്. പേർഷ്യൻസിൻ്റെ കീഴിലാണ്. പേർഷ്യൻസിൻ്റെ കീഴിലാണെങ്കിലും അന്നുണ്ടായിരുന്ന രാജ്യങ്ങളെല്ലാം ഇപ്പോഴും അവരുടെ കീഴിലാണ്. ഈ യെരൂശലേമും യഹൂദായും പോലും ഇന്നും അവരുടെ കീഴിലാണ്. ഇവർ മടങ്ങി വന്നു, ദേവാലയം പണിയൊക്കെ ചെയ്യുന്നു എങ്കിലും ഇപ്പോഴും ആ അധികാരത്തിൻ്റെ കീഴിലാണ് അവരിത് അനുവദിക്കുന്നത്. അവർ അധികാരത്തിൻ്റെ, അതുകൊണ്ടാണ് കത്ത് കൊടുത്തു വിടുകയും ഈ കൽപ്പനകളൊക്കെ എഴുതി ഈ ദേശത്ത് ഇവരെ ആക്കി വെച്ചിരിക്കുന്ന ദേശാധിപതികളുണ്ട്, അവരെ ഏൽപ്പിക്കണം, അവരെ കാണണം, അവരെ അറിയിക്കണം. ഇത് രാജാവ് അനുവദിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അവരറിയണം. അപ്പം അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവർ പണി എതിരായപ്പോഴും അവരോട് നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം, അവരെ സഹായിക്കണം എന്നുള്ള കത്ത് രാജാവിൻ്റെ പക്കൽ നിന്ന് വരുന്നത്. ഇപ്പം അർത്തശഷ്ടാവിൻ്റെ കാലത്ത് നമുക്ക് പറയാം 2-ാമത്തെ സംഘം. ആദ്യത്തെ സംഘത്തിൽ നമുക്ക് അറിയാവുന്ന പോലെ സെരുബാബേൽ, നെഹമ്യാവൊക്കെ ആദ്യത്തെ സംഘത്തിൽ വരുന്നതായിട്ട് നമുക്കവിടെ കാണാം. അപ്പം ഇവിടെ എസ്രായുടെ കൂടെ വന്ന കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രത്യേകം ഓർക്കേണ്ടത്, നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ കാണുന്ന നെഹമ്യാവ്
നമ്മുടെ നെഹമ്യാവിൻ്റെ പുസ്തകം എഴുതുന്ന നെഹമ്യാവല്ല, ആ നെഹമ്യാവല്ല. അവിടെ വേറെ നെഹമ്യാവ് കാണുന്നുണ്ട്. പക്ഷെ ആ നെഹമ്യാവ് ഈ നെഹമ്യാവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ സെരുബാബേലിൻ്റെ കൂടെ വന്നവരുടെ കൂട്ടത്തിൽ നെഹമ്യാവിനെ എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു മൊർദെഖായി എഴുതിയിട്ടുണ്ട്. അവിടെ സെരുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് വന്നെങ്കിൽ ഇവിടെ എസ്രായുടെ നേതൃത്വത്തിലാണ് വരുന്നത്. മൂന്നാമത്തെ സംഘമാണ് നമ്മൾ കാണുന്നത്, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ വന്നവർ. അവർ വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ എസ്രായുടെ നേതൃത്വത്തിൽ ഒരു സംഘം അതിനു വേണ്ടി വരികയാണ്. അപ്പം ഈ എസ്ര എന്ന് പറയുന്ന ആൾക്ക് ഈ ന്യായപ്രമാണം സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ ഏകദേശം പൂർണ്ണമായി തന്നെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് അത് നന്നായി ചെയ്യുവാൻ അദ്ദേഹം ഇസ്രായേലിലെ ജനത്തെ അത് പ്രബോധിപ്പിച്ചിരുന്നു. അവരത് ചെയ്യാൻ വേണ്ടി ഉള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു വന്നതിന് ശേഷം. അത് കൂട്ടത്തിൽ ഒരു എഴുത്തും ഈ എസ്രാ പുരോഹിതന് അർത്ഥശിഷ്ടാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തുള്ള ഇസ്രായേലിൽ ജനത്തിലും അവൻ്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. നിന്റെ കൈവശം ഇരിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം യഹൂദായിലെയും യെരുശലേമിലെയും കാര്യം അന്വേഷിപ്പാനും രാജാവും അവൻ്റെ മന്ത്രിമാരും യെരുശലേമിൽ അധിവസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഔദാര്യമായി കൊടുത്തിരിക്കുന്ന വെള്ളിയും പൊന്നും ബാബേൽ സംസ്ഥാനത്തു നിന്നൊക്കെ നിനക്ക് ലഭിക്കുന്ന വെള്ളിയും പൊന്നും എല്ലാം യെരുശലേമിൽ തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയമായിക്ക് ജനവും പുരോഹിതന്മാരും തരുന്ന ഔദാര്യദാനങ്ങളോടുകൂടെ കൊണ്ടുപോകുവാനും രാജാവും അവൻ്റെ 7 മന്ത്രിമാരും നിന്നെ അയക്കുന്നു. ആകയാൽ നീ ജാഗ്രതയോടെ ആ ദ്രവ്യം കൊണ്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കുഞ്ഞാടുകളെയും അവയ്ക്ക് വേണ്ടുന്ന ഭോജനയാഗങ്ങളെയും പാനീയയാഗങ്ങളെയും മേടിച്ച് യെരുശലേമിലുള്ള നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. ഇത് കൃത്യമായി തന്നെ ദൈവം ഈ രാജാക്കന്മാരുടെ മനസ്സിൽ തോന്നിച്ച് ഉണർത്തിച്ചിട്ട് ഇന്ന് അർത്ഥശിഷ്ടാവിൻ്റെ ഈ കാലത്ത് അർത്ഥശിഷ്ടാവിനെ കൊണ്ട് എഴുതിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ ദൈവമായിട്ടൊരു ബന്ധവുമില്ല. നെബൂഖദ്നേസർ മുതൽ ഇങ്ങോട്ടുള്ള രാജാക്കന്മാരൊക്കെ ഈ ദൈവത്തെ കൃത്യമായി അറിയുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം. എന്നാൽ അവരുടെ ദൈവമല്ല. എന്നിട്ടും അവർ ഇതൊക്കെ ഇത്ര അനുകൂലമായിട്ട് ഈ ജനത്തിന് വേണ്ടി, ദൈവാലയത്തിന് വേണ്ടി, യഹൂദയ്ക്ക് വേണ്ടി, യെരുശലേമിന് വേണ്ടി ഒക്കെ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ദൈവം അവരുടെ മനസ്സിനെ ഉണർത്തുന്നതാണ്. എന്നിട്ട് അവിടെ എൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അർത്ഥശിഷ്ട രാജാവായ നാം നദിക്കക്കരെയുള്ള സകല ഭണ്ഡാര വിചാരകന്മാർക്കും കൽപ്പന കൊടുക്കുന്നത് എന്തെന്നാൽ, അപ്പം അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ അവർ പ്രവാസത്തിലേക്ക് പോയെങ്കിലും ഈ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ജനത്തിൻ്റെ ദേശമായ യെരുശലേമും അതുപോലെ യഹൂദായും ഒക്കെ ഇന്നും ഈ രാജത്വത്തിൻ്റെ കീഴിലാണ്, അധികാരത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ ചിലരെയൊക്കെ ആക്കിയിട്ടുണ്ട്. അവിടെ ഭണ്ഡാര വിചാരകന്മാരെ ആക്കിയിട്ടുണ്ട്. അവിടെ പിന്നെ ദേശാധിപതിമാരെ ആക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ എഴുത്ത് കൊടുത്തയക്കാണ്. ആ എഴുത്ത് കാര്യമാണ് ഇനി വായിക്കുന്നത്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ നിങ്ങളോട് ചോദിക്കുന്നതൊക്കെയും 100 താലന്ത് വെള്ളിയും 100 കോർ ഗോതമ്പും 100 ബത്ത് വീഞ്ഞും 100 ബത്ത് എണ്ണയും വരെയും ഉപ്പ് വേണ്ടും പോലെയും ജാഗ്രതയോട് കൊടുക്കണം. ഇതെല്ലാം അവിടെ അവർ ജനത്തിൽ നിന്ന് ശേഖരിച്ചിട്ട് ഇവിടെ കൊടുത്തയക്കേണ്ടതുണ്ട്. ഈ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ കൊടുത്തയക്കണം. അപ്പോൾ ആ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ഉള്ളതിനെ സംബന്ധിച്ചാണ് ഈ കൊടുക്കാൻ പറയുന്നത്. കൊടുക്കണം. രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ ക്രോധം വരാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലയത്തിന് അവകാശമുള്ളതൊക്കെയും കൃത്യമായി കൊടുക്കണം. പിന്നെ പുരോഹിതന്മാർ, ലേവ്യർ, സംഗീതക്കാർ, വാതിൽ കാവൽക്കാർ, ദൈവാലയദാസന്മാർ എന്നിവർക്കും ദൈവത്തിൻ്റെ ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന യാതൊരുത്തിനും കരമോ നികുതിയോ ചുങ്കമോ ചുമത്തുന്ന വിഹിതമല്ല എന്ന് ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ അവിടുന്ന് അവരിൽ നിന്ന് ചുങ്കമോ കരമോ പിരിവോ നടത്താനും പാടില്ല. ആരാണ്? ഈ ലേവ്യർ, സംഗീതക്കാർ. അതായത് ഈ ദൈവാലയത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരോഹിതന്മാരടക്കം ആരുടെയും പേരിൽ നികുതി ചുമത്തരുത്. അവരുടെ നികുതി ഒന്നും വാങ്ങിക്കരുത്. അവരെ നികുതി അവർക്ക് ഫ്രീ ആണ്, അല്ലെങ്കിൽ ഇളവുള്ളവരാണ്. നീയോ എസ്രായേൽ, നിനക്കിതിൻ്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്ക് അക്കരെ പാർക്കുന്ന സകല ജനത്തിനും ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ അറിയുന്നവർക്കും തന്നെ ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് അധികാരികളും ന്യായാധിപന്മാരെ നിയമിക്കണം. അറിയാത്തവർക്കോ നിങ്ങൾ അവയെ ഉപദേശിച്ചു കൊടുക്കണം. എന്നാൽ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും രാജാവിൻ്റെ ന്യായപ്രമാണവും അനുസരിക്കാത്ത എവനെയും ജാഗ്രതയോടെ ന്യായം വിസ്താരം കഴിച്ച്
അവന് മരണമെങ്കിൽ മരണം, പ്രവാസമെങ്കിൽ പ്രവാസം, പിഴയെങ്കിൽ പിഴ, തടവെങ്കിൽ തടം, ഇതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും എസ്രാ പുരോഹിതന് കൊടുക്കുന്ന തരത്തിലാണ് ഈ കത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം അവിടെ ഉള്ള ആളുകളെക്കാളും വേണമെങ്കിൽ അവർക്ക് മേളിലുള്ള ഒരു അധികാര സ്ഥാനത്തേക്ക് എസ്രായുടെ സ്ഥാനമാക്കി എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം. അവിടെ ഓൾറെഡി ആക്കി വെച്ചിട്ടുള്ള ചില അധികാരികളുണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും. ഇത് ശരിക്ക് ഭണ്ഡാര വിചാരകന്മാരെന്ന് പറഞ്ഞ് പിരിവുകാരാണ്. അവർക്ക് അപ്പം കൊടുക്കണം, കപ്പം രാജാവിന് കൊടുക്കേണ്ടതുകൊണ്ട് ആ ദേശത്ത് നിന്ന് പിരിഞ്ഞു കിട്ടുന്ന വസ്തുക്കൾ രാജാവിന് എത്തിക്കണം. അപ്പം അതാണ് അതാണ് അവരുടെ പ്രധാന പണി. ആ പണി ചെയ്യുന്നവരോടാണ് പറയുന്നത്. അപ്പം അവർക്കും മേലിലാണ് അവർക്ക് ഈ അധികാരമൊന്നുമില്ല, ശിക്ഷിക്കാനുള്ള അധികാരമൊന്നുമില്ല. പക്ഷേ ഇവിടെ എസ്രാ പുരോഹിതന് മരണശിക്ഷ വേണമെങ്കിൽ കൊടുക്കാം, പ്രവാസത്തിൻ്റെ ശിക്ഷ കൊടുക്കാം, പിഴ കൊടുക്കാം, തടവ് കൊടുക്കാം, ഏത് വേണമെങ്കിലും അത് കൊടുക്കാനുള്ള അധികാരം ഈ ദേശത്ത് രാജാവായിരിക്കുന്നത് ഇപ്പോൾ പാഴ്സി രാജാവാണ്. ആ രാജാവിൻ്റെ കീഴിലാണ് ഈ ദേശം. അപ്പോൾ ഈ ദേശത്ത് ഇത്തരം അധികാരങ്ങൾ കൊടുക്കാനും അധികാരമുള്ളത് ഈ രാജാവിനാണ്. അതനുസരിച്ചാണ് ദേവാലയം പണിയാൻ അധികാരം കൊടുക്കുന്നത്. എസ്രാ പുരോഹിതന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരങ്ങളൊക്കെ ആ രാജത്വത്തിൻ്റെ കീഴിൽ അവരായിരിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ എൻ്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ട് എന്നോടുകൂടെ പോരേണ്ടതിന് ഇസ്രായേലിലെ ചില തലവന്മാരെ കൂട്ടിവരുത്തി. നാളത്തെ നമ്മൾ അധ്യായത്തിൽ വായിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കൂടെ വന്ന ആളുകളെ സംബന്ധിച്ചാണ്. അവർ യാത്ര തുടങ്ങുന്നതിന് സംബന്ധിച്ച്. ഇപ്പോൾ 7-ാം അധ്യായത്തിൽ യാത്ര തുടങ്ങി വന്നു എന്ന് പറയുന്നെങ്കിലും 8-ാം അധ്യായത്തിൽ അതിൻ്റെ വിശദീകരണങ്ങളാണ്. അവർ പുറപ്പെടാൻ വേണ്ടി തയ്യാറാകുന്നതും അവർ പുറപ്പെടുന്നതും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആണ് നാളത്തെ വായനയിലുള്ളത്. അപ്പോൾ 7-ാമത്തെ വായനയിൽ വന്നതിന് ശേഷമുള്ള ചില കാര്യങ്ങൾ, അതുപോലെ ഈ രാജാവ് കൊടുത്തയക്കപ്പെട്ട എഴുത്തിലെ വിവരങ്ങൾ ഒക്കെയാണ് ഇന്ന് നമ്മൾ വായിച്ച ഈ ഭാഗത്ത് ഉള്ളത്. 2-ാമത്തെ വായനാ ഭാഗം ഹോശേയ പ്രവചനം 8-ാം അധ്യായം. ദൈവം പറയുകയാണ്, അവർ ഇസ്രായേല്യർ എൻ്റെ നിയമത്തെ ലംഘിച്ച് എൻ്റെ ന്യായപ്രമാണത്തിന് വിരോധമായി അതിക്രമം ചെയ്തു. ഇസ്രായേൽ നന്മയാതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ശത്രു അവരെ പിന്തുടരട്ടെ. അവർ രാജാക്കന്മാർ വാഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഞാൻ മുഖാന്തരമല്ല താനും. അപ്പം ആദ്യം യൊരോബെയാമിനെ അവർക്കാക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ്. എന്നാൽ പിന്നീടുള്ള പല രാജാക്കന്മാരും ദൈവം ആക്കുന്ന രാജാക്കന്മാരല്ല, മനുഷ്യരാക്കുന്ന രാജാക്കന്മാരാണ്. ചിലരെ കൊല്ലുന്നു, ഉപായം പ്രയോഗിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി കൊല്ലുന്നു, കൊന്നവന് വേറെടുത്തും കൊല്ലുന്നു, അവനും രാജാവാകുന്നു. അപ്പം മകൻ രാജാവാകേണ്ട സ്ഥലത്ത് വേറൊരുത്തൻ രാജാവാകുന്നു, ദാസൻ രാജാവാകുന്നു. ഇതൊക്കെ അവിടെ ദൈവം അനുവദിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. അത് പറയുന്നുണ്ട്, ഞാൻ മുഖാന്തരമല്ല അവിടെ രാജാക്കന്മാരെ നിയമിച്ചവർ. അവർ ഛേദിക്കപ്പെടേണ്ടതിനും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും തങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ഇത് ദൈവം അവരെ സംബന്ധിച്ച് കാണുന്ന കുറ്റമാണ്. അന്യജാതികൾ വന്ന് അവർ എന്ത് ചെയ്താലും അവരതിനെ അങ്ങ് വിഴുങ്ങുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. ഇസ്രായേലിനെ വിഴുങ്ങിപ്പോയി. അവർ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്തൊരു പാത്രം പോലെ ഇരിക്കുന്നു. അവർ അശൂരിലേക്ക് പോയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അശൂരിലേക്ക് പോയി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവസാനത്തെ രാജാവിൻ്റെ കാലത്താണ്. അത് ആ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ആ ഒരു പോക്കിലൂടെ അവർ രാജ്യമല്ലാതായിത്തീരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് പറയുന്ന സമയത്ത് ജനിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നീടാണ്, അത്ര ഉറപ്പായ ഒരു കാര്യം എന്ന നിലയിലാണ് അത് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ. അപ്പം അതുപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് അശൂരിലേക്ക് പോയി എന്നാണ്. അശൂരിലേക്ക് യഥാർത്ഥത്തിൽ പോകാനിരിക്കുന്ന കാലം വരുന്നതേ ഉള്ളൂ. എന്നിട്ട് അവർ പ്രഭുക്കന്മാർ രാജാവിൻ്റെ ചുമടിൻ കീഴിൽ വേഗത്തിൽ വേദനപ്പെടും. എഫ്രയീം പാപപരിഹാരത്തിനായി അനേക യാഗങ്ങളെ ഉണ്ടാക്കിയതുകൊണ്ട്, ഇതൊരു പ്രധാന കാര്യമാണ്, വാക്യമാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാ ആഴ്ചകളിലും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് ബോധ്യപ്പെട്ട് ഓർമ്മപ്പെട്ടു പോകുന്നൊരു കാര്യത്തിൻ്റെ ആ കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, എഫ്രയീം പാപപരിഹാരത്തിന് അനേകം യാഗപീഠങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് യാഗപീഠങ്ങൾ അവന് പാപഹേതുവായി തീർന്നിരിക്കുന്നു. നമ്മൾ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുന്നത് നമ്മുടെ നിത്യശിക്ഷാവിധിക്ക് ആയി തീരും. ചിലർ രോഗികളാകും, ചിലർ നിദ്രയിലാവും, മരിക്കും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്.
അപ്പം നമ്മൾ എന്തിനു വേണ്ടി ഭക്ഷിക്കുന്നോ, അയോഗ്യമായിട്ട് അപ്പം കഴിക്കുന്നവർ, അയോഗ്യമായിട്ട് പാനപാത്രം കുടിക്കുന്നവർ, അവരെ സംബന്ധിച്ചാണ് ഇവിടെ എന്താണ്, യാഗപീഠങ്ങൾ അവന് പാപഹേതുവായി തീർന്നിരിക്കുന്നു. അവൻ പാപപരിഹാരത്തിനായി ഉണ്ടാക്കിയ യാഗപീഠം തന്നെ അവന് പാപഹേതുവായി തീർന്നിരിക്കുന്നു. ഇത് നമ്മളെല്ലാ ഞായറാഴ്ചയും ഓർക്കുന്നൊരു കാര്യം കൂടാണ്. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവ കാര്യമായി അവർക്ക് എണ്ണപ്പെടുന്നു. അവരത് ആ ഗൗരവത്തോടെ അത് കാണുന്നില്ല. എൻ്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവ കാര്യമായി എണ്ണപ്പെടുന്നു. അവർക്കതിന് താല്പര്യമില്ല, ഗൗരവത്തോടെ അതിനെ കാണുന്നില്ല എന്ന്. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. ഇതാണ് നമ്മളോട് വായിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ യഹൂദ ഉറപ്പുള്ള പട്ടണങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അവൻ്റെ പട്ടണങ്ങളിൽ തീ അയക്കും, അത് അവയ്ക്ക് അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്ന ഈ ഒരു കാര്യം കൃത്യമായോടൊപ്പം ഇപ്പോൾ ഞാൻ അവരുടെ അകൃത്യമോർത്ത് അവരുടെ പാപം സന്ദർശിക്കും. ഈ ഹോശേയയുടെ പുസ്തകം അന്നത്തെ കാലത്തെ അവർക്ക് വരാനിരിക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമല്ല, മറിച്ച് കൂടുതൽ പ്രാധാന്യത്തോടെ അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഇസ്രായേലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന രാജ്യത്തിൻ്റെ സമ്പൂർണമായ പതനത്തെ സംബന്ധിച്ചാണ്. അത് നിലനിൽക്കാതിരിക്കുന്നത്, അതാണ് അശൂർ രാജാവിൻ്റെ അശൂര്യരുടെ കാര്യമൊക്കെ അവിടെ പറയുന്നത്. അവരിലൂടെയാണ് ഈ അവസാനത്തെ രാജാവിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നതും ദേശം ശൂന്യമായി കിടക്കുന്നതും അവിടെ അശൂര്യരിൽ ഉള്ള ജാതികളെ അവിടെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നതും അങ്ങനെ അവരുടെ ദേവന്മാർ അവിടെ ഇതാകുന്നതും അവർക്ക് പിന്നീട് യഹോവേ ആണ് അവരുടെ ദൈവം, അതുകൊണ്ടാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നും അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ അവിടുന്ന് വരുന്നവർക്കുണ്ടാകുന്നുണ്ട്. അവരന്വേഷിക്കുമ്പം അവർ യഹോവ ആണ് അവരുടെ ദൈവം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആൾക്കാരെ അവിടെ നിയമിക്കാനൊക്കെ പറയുന്നുണ്ട്. അതിവിടെ ഈ ഹോശേയ പ്രവചനത്തിലെ പുസ്തകത്തിലെ കാര്യമല്ല ഈ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുകയും അവർ ഈ ഇസ്രായേലിലുള്ള ആൾക്കാരുമായിട്ട്, ഗോത്രങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് വിവാഹബന്ധങ്ങൾ ഏർപ്പെടുകയും അങ്ങനെ മിക്സ്ഡ് ആയിത്തീരുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ശമരിയെ സംബന്ധിച്ച് ശമരിയായിട്ട് ബന്ധമില്ല അവർക്ക്. ശമരിയുമായിട്ട് ഒരു തരത്തിലും അവർക്ക് ബന്ധമില്ല ഈ യഹൂദ ജനത്തിന്. അതെന്തുകൊണ്ടെന്നാൽ ജാതികളുടെ ഗലീല എന്നാണ് പറയുന്നത്. അപ്പം നഫ്താലി അങ്ങനെ സെബുലൂൻ ദേശങ്ങളൊക്കെ ഇരുട്ടിലിരുന്ന ഒരു ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നൊക്കെ പറയുന്ന ആ ഇരുട്ടിലിരിക്കുന്നവരാണ് അവർ ഒരു തരത്തിലും ദൈവമായിട്ട് ബന്ധമില്ല, യഹോവയായിട്ട് ബന്ധമില്ല. കാരണം അവർ മറ്റു ജാതികളുമായി ഇടകലർന്ന് പോയി. ഇനി അത് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പൂർണ്ണമായും അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അത് മിക്സായിപ്പോയി. ഈ എന്താ പറയുക, ചില ലായനികളും ചില ഖരങ്ങളും ഒക്കെ തമ്മിൽ ചേർന്ന് പോയാൽ പിന്നെ അതിനെ വേർതിരിക്കാനൊക്കത്തില്ല എന്ന് പറയുന്നത് പോലെ അതുപോലെ മിക്സായിപ്പോയി. അതാണ് അവിടുത്തെ വിഷയം. അപ്പം അങ്ങനെ ഉള്ളൊരു ദേശമായി മാറുകയാണ് ഇസ്രായേൽ എന്ന ദേശം. ശമരിയ ആയാലും നഫ്താലി ആയാലും, നഫ്താലിയും ഇതൊക്കെ വരുന്ന ഭാഗമാണ് ഗലീല, ജാതികളുടെ ഗലീല എന്നാണ് പറയുന്നത്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ് നമ്മൾ ഈ ഹോശേയ പ്രവചനത്തിൽ വായിക്കുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ 27-ാം അധ്യായം. അപ്പം ഇവിടെ യാത്രയാണ്. എങ്ങോട്ടുള്ള യാത്രയാണ്? ഇറ്റലിയിലേക്കുള്ള യാത്ര. ഇറ്റലിയിലേക്ക് പോകാൻ റോമിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ പൗലോസിനെയും ബാക്കി തടവുകാരെയും ഒക്കെയും ശതാധിപനായി ലൂസിയോസിനെ ഏൽപ്പിച്ച് അങ്ങനെ കടലിൽ പോവാണ്. അവിടുന്ന് ഒരു അദ്രമുത്യ കപ്പലിൽ കയറി തെസലോനിക്കയിൽ നിന്നുള്ള മക്കതോന്യക്കാരനായ റിസർഹോസും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പോയ യാത്രയിൽ, ഈ റോമിലേക്കുള്ള യാത്രയിൽ ആരുണ്ടായിരുന്നു കൂടെ? ഈ ലൂക്കോസ് എന്ന രചയിതാവ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ അവിടുന്ന് പുറപ്പെട്ട് ലൂസിയോസ് പൗലോസിനോട് ദയ കാണിച്ചു എന്നാണ്. ഇപ്പോൾ സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളാനൊക്കെ അനുവദിച്ചു. ഇവിടെ ചെന്നപ്പോൾ സീതോനിലെത്തിയപ്പം അത് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് യാത്ര പുറപ്പെട്ട് കുപ്രോസ് ദ്വീപിൻ്റെ മറപറ്റി ഓടി കിലിക്കിയ പംഫുല്യ കടൽ വഴിയായി ചെന്ന് ലുക്കിയയിലെ മുറ പട്ടണത്തിൽ ചെന്നു. അവിടുന്ന് പിന്നെ ഒരു അലക്സാണ്ടർ കപ്പൽ കണ്ട് അവിടുന്ന് കയറ്റി അവിടുന്ന് ക്നീന്തോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കാത്തതുകൊണ്ട് ക്രേത്ത ദ്വീപിൻ്റെ മറപറ്റി ശൽമോനയ്ക്ക് നേരെ ഓടി പ്രയാസത്തോടെ ശുഭ തുറമുഖം എന്ന പേരുള്ള സ്ഥലത്തെത്തി. ഇങ്ങനെ കുറേ നാൾ ചെന്ന ശേഷം നോമ്പുമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ പിന്നെ കപ്പലോട്ടം വളരെ വൈഷമ്യമാണ് അന്നത്തെ കാലത്തെ കപ്പലോട്ടം എന്ന് പറയുന്നത്. കാറ്റിനെ ആശ്രയിച്ചാണ് കപ്പലോടുന്നത്. കാറ്റ് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ
ഒരു ദിശയിലോട്ട് കാറ്റാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ദിശയിലോട്ടാണ് ഇപ്പോൾ കാറ്റ് എന്നറിയുമ്പോഴാണ് യാത്ര പുറപ്പെടുന്നത്. അത് ആ കാറ്റല്ലേ, കാറ്റ് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. കുറേ കഴിയുമ്പോൾ കാറ്റ് വേറെ ദിശയിലേക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ പുറകോട്ട് കപ്പലോടേണ്ടി വരും, അല്ലെങ്കിൽ ഈ പായൊക്കെ താഴ്ത്തി വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ കപ്പലോട്ടം ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള കപ്പലോട്ടമല്ല. ഒരു ഡയറക്ഷൻ ക്രമീകരിച്ചാൽ അതിൽ മോട്ടോറോ അങ്ങനെയൊന്നും ഇല്ല. അതിനെ കാറ്റിനെയൊക്കെ വെള്ളത്തിനെയും കാറ്റിനെയൊക്കെ പ്രതികൂലമാക്കിക്കൊണ്ട് അതിന് മുമ്പോട്ട് പോകാനുള്ള ശക്തിയൊന്നും അന്നത്തെ കപ്പലില്ല. കാറ്റിൻ്റെ അതനുസരിച്ചാണ് ഇരിക്കുന്നത്. കാറ്റ് വലിയ കൊടുങ്കാറ്റടിച്ചാൽ കപ്പൽ തകരും. അപ്പം അങ്ങനെയുള്ളൊരു കപ്പലോട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് പറയുന്നുണ്ട്, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും കഷ്ടം വരും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രബോധിപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് കപ്പലോട്ടൻ തൽക്കാലം വേണ്ട എന്നുള്ളതായിരിക്കണം അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ ശതാധിപനാണെങ്കിൽ പൗലോസ് പറഞ്ഞതിനേക്കാളും കപ്പലിൻ്റെ ഉടമസ്ഥൻ്റെയും ക്യാപ്റ്റൻ്റെയും ഒക്കെ വാക്കാണ് വിശ്വസിച്ച് അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടു. പിന്നെ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കാറ്റ് കപ്പലിന് നേരെ നിൽപ്പാൻ കഴിയാതെ ഒന്നും കുടുങ്ങുകയാൽ. അപ്പോൾ അവിടെ വെച്ച് വലിയ പ്രശ്നമുണ്ടായി. ഒരു മണൽത്തിട്ടമേൽ അകപ്പെടുമെന്ന് വിചാരിച്ച് പായൊക്കെ ഇറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്ത് കളഞ്ഞു. അപ്പോൾ ഗുഡ്സൊക്കെ എടുത്ത് പുറത്ത് കളയണം, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനിടയ്ക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പൗലോസ് അപ്പോസ്തലനുണ്ടായത്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും ധൈര്യപ്പെടുത്തുന്നുണ്ട്. അവരോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിഷമിക്കേണ്ട, കപ്പലിന് എന്തെങ്കിലും പറ്റിയാലും നിങ്ങളുടെ പ്രാണനൊന്നും ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തുന്നു. പക്ഷെ അവർക്ക് അതൊന്നും ധൈര്യപ്പെടുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കപ്പലിൽ ഞങ്ങളാകെ 276 ആൾക്കാർ, 276 ആൾക്കാരെ കൊള്ളുന്ന കപ്പലാണ്. തീരെ മോശപ്പെട്ട കപ്പലല്ല. നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ തന്നെ 50 പേരാണ് കൊള്ളുന്നത് അല്ലേ. അപ്പം കപ്പലിൻ്റെ ഭാരം കുറച്ചും നമ്മൾ കാണുന്നുണ്ട്. അത് അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ബാക്കി ധാന്യം എടുത്ത് വെളിയിൽ കളഞ്ഞു. എന്നിട്ട് അങ്ങനെ പോയി ഒരിടത്ത് ചെന്ന് ഇളക്കമില്ലാതെ ഉറച്ചുപോയി കപ്പലിൻ്റെ അടിവശം. അമരം തിരയുടെ ഇതിൻ്റെ പൊട്ടി ഉടഞ്ഞുപോയി. തടവുകാരിൽ ആരും നീന്തിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. അപ്പോൾ തടവുകാർ രക്ഷപ്പെട്ടു പോകും, അവസാനം കുറ്റമാകും. അതുകൊണ്ട് അവരെ കൊന്നുകളയാമെന്ന് പടയാളികൾ പറഞ്ഞു. പക്ഷേ പടയാളികളുടെ ഹെഡായ ശതാധിപൻ സെഞ്ചൂറിയൻ പറഞ്ഞു അതങ്ങനെ ചെയ്യരുത്. എന്തുകൊണ്ടാണ്? പൗലോസിനെ കൊല്ലാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അപ്പം മാത്രമല്ല, അങ്ങനെ താല്പര്യം വരും. കാരണം നീ കൈസരിയിൽ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണല്ലോ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ജീവനോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ ശതാധിപൻ അല്ലെങ്കിൽ വേറൊരാളെ ദൈവം ആ സമയത്ത് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. അത് സത്യമായ കാര്യമാണ്. എന്നിട്ട് അങ്ങനെ ഇവരെല്ലാവരും കരയിൽ എത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. കപ്പൽ പക്ഷേ പോയി അവർ നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ ഖണ്ഡങ്ങളുമേലും ഇത് കപ്പലിളകി പോയി കേട്ടോ. കപ്പൽ ഉടഞ്ഞു പോയി. എന്നിട്ട് ആ തടികളൊക്കെ തൂങ്ങിയാണ് ഒരു കരയിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ രക്ഷപ്പെട്ട് അവരെ നോക്കിയപ്പോൾ അതിൻ്റെ 28 നാളത്തെ വായനയാണ്. അത് മെലീത്ത അല്ലെങ്കിൽ മാൾട്ട, നമ്മളിന്ന് പറയുന്ന മാൾട്ട എന്ന സ്ഥലത്താണ് അവർ വന്നത്. അത് നാളത്തെ വായനാ ഭാഗത്തിലാണുള്ളത്. എങ്കിലും വന്ന സ്ഥലം മെലീത്ത അല്ലെങ്കിൽ മാൾട്ട എന്ന് നമ്മൾ അറിയപ്പെടുന്ന ആ ഒരു ദ്വീപാണ്. ആ ദ്വീപിലെത്തി എന്ന് നമ്മൾ വായിക്കുന്നു. 3 വായനാഭാഗങ്ങളിലൂടെ സമാപിക്കുന്നു. ചുരുക്കമായിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചത്. അത് അതാത് അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ മാത്രമേ നമ്മൾ കടന്നു പോയുള്ളൂ. അത് മതി എന്ന് വിചാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം. അത് ഉൾക്കൊണ്ടാൽ തന്നെ വലിയൊരു ആത്മീയ വർധനവിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിനും കേട്ടിരുന്ന താങ്കൾക്കും നന്ദി പറയുന്നു. നാളെ പുതിയ വായനാഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. ആമേൻ.